അങ്ങനെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. കറക്റ്റ് 5 മണിക്ക് തന്നെ നമ്മൾ ട്രെയിലർ കണ്ടു. ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്ക് പേഴ്സണലി തോന്നിയ ഫീലാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് ഈ സിനിമനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പ്രതീക്ഷയോടെ കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇതിലെ പാട്ടുകൾ ഇറങ്ങിയപ്പോഴും വളരെ മോശം അഭിപ്രായങ്ങളും അതേപോലെ മിക്സഡ് റിവ്യൂസ് ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയ ഫീൽ ഞാൻ പറയാം, ഒരു എബവ് ആവറേജ് ഫീലുള്ള ട്രെയിലർ ആയിട്ടാണ് തോന്നുന്നത്. ഒരു ബിലോ ആവറേജ് അല്ല എന്നാൽ ഭയങ്കര സംഭവം എന്ന് പറയാനൊക്കെ ആയിട്ടുള്ള ട്രെയിലർ ആയിട്ട് തോന്നിയില്ല. ഒരു എബവ് ആവറേജ്, ഒരു വെങ്കട് പ്രഭു വെങ്കട് പ്രഭു കൊമേഴ്സ്യൽ സിനിമ എന്നുള്ള ലെവലിലേക്കുള്ള ആക്ഷൻ കോമഡി ഈ ലെവലൊക്കെ ഒത്തുചേരുന്ന ഒരു പടം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പടത്തിന്റെ ഒരു ട്രെയിലർ കട്ട്സ് ആണ് ഇപ്പോൾ ഇറക്കി വിട്ടിട്ടുള്ളത്. ആക്ഷൻസിന് നല്ല പ്രാധാന്യമുള്ള സിനിമയാണ്. ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. എന്തായാലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആക്ഷൻസ് നല്ല കിടുക്കാച്ചി ആക്ഷൻസ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ആക്ഷൻസ് തന്നെയായിരിക്കും ഈ സിനിമയിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ BGM എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം നമ്മൾ പാട്ടിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ യുവൻ ശങ്കർ രാജ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ടുകളുടെ ഡിസപ്പോയിന്റ്മെന്റ് എന്തായാലും BGMസിൽ ഇവൻ ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. കുറെ ഗൂസ്ബംസ് ഉണ്ടാക്കുന്ന BGMs വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, DAGing ക്യാരക്ടറിന്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് ചെറിയ കാലഘട്ടത്തിലെ രണ്ട് അപ്പനും മോനായിട്ടുള്ള ക്യാരക്ടറാണ് ദളപതി വിജയ് ഇതിൽ ചെയ്യുന്നത്. അപ്പൻ വയസ്സായിട്ടുള്ള ഒരു നരച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ആ ബൈക്കിന്റെ ഒക്കെ ബാക്കിൽ ഇരിക്കുന്ന നമ്മുടെ ഇളയ ദളപതി ക്യാരക്ടർ, അതായത് ചെറുപ്പം വിജയ് ക്യാരക്ടർ. ആ ചെറുപ്പം വിജയ് ക്യാരക്ടറിന്റെ കുറച്ചും കൂടി ചെറുപ്പമുള്ള കാലഘട്ടമായിരിക്കും ഈ DAGing ക്യാരക്ടറായിട്ട് വരുന്നത്. എന്തായാലും DAGing നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഈ DAGingന്റെ നന്നായി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദളപതിയുടെ ഒരു 17-18 വയസ്സിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ വെച്ച് കമ്പയർ ചെയ്തിട്ട്. അപ്പോ എക്സാക്ട് അതേപോലെ തന്നെ പുള്ളി ഉണ്ട്. ആ ലെവലിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ലോല VFXലൊക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അമേരിക്കയിൽ. അപ്പൊ നല്ലൊരു ടെക്നിക്കൽ വർക്ക് തന്നെ ഇതിന് വരുന്ന തന്നെയാണ്. ഇത് എന്തായാലും കുറെ പേര് ട്രോളാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ട്രോളി കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല. സിനിമ ഇറങ്ങുമ്പോൾ നല്ല അഭിപ്രായം എന്തായാലും ഈ ഒരു DAGing ക്യാരക്ടറിന് വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. അതാണ് എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ മൊത്തത്തിൽ വരികയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ദളപതി വിജയ് ഷോ തന്നെയായിരിക്കും സെപ്റ്റംബർ 5-ന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. നല്ല ആക്ഷൻ നല്ല വെടിച്ചില്ല ആക്ഷൻസ് ഉണ്ടായിരിക്കും. ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ കണക്ട് ആയി വന്നു കഴിഞ്ഞാൽ പട്ടം വേറെ ലെവലിൽ നിൽക്കും. എന്തായാലും വെങ്കട് പ്രഭുവിന്റെ വെങ്കട് പ്രഭു ഹീറോ എന്ന് പറയുന്നത് അത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതെന്തായാലും ഒരു എന്താ പറയാ, ദളപതിയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹിറ്റ് ആയി മാറട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി ആശംസിക്കുന്നത്. പിന്നെ MS ധോണി പടത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്ററൊക്കെ കടന്ന് ഇളകി മറിയാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. കുറെ അധികം ഹിന്ദികളൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല, എന്തൊക്കെയോ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വില്ലന്റെ ക്യാരക്ടർ ചെയ്യുന്ന മോഹന്റെ സീൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ ഒരു ടീം തോന്നിയില്ല. എനിക്ക് പടം വരട്ടെ, നമ്മൾ ട്രെയിലർ കണ്ടിട്ടൊന്നും വിലയിരുത്താൻ പറ്റില്ല. ട്രെയിലർ മോശമാണ് പടങ്ങൾ നന്നാവാറുണ്ട്. ട്രെയിലർ അടിപൊളിയാണ് പടങ്ങൾ മോശമാവാറുണ്ട്. സോ ഇതാണ് എനിക്ക് ട്രെയിലറിനെ പറ്റിയ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് ട്രെയിലറിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് വീഡിയോയുടെ താഴ്ന്ന കമന്റ് രേഖപ്പെടുത്തുക.